യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്ന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എന്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എന്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കി തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. 23-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ നമ്മെ മുട്ടുകൂടാതെ നടത്തുന്ന നല്ല ഇടയനായ യേശു പച്ചയായ പുൽപ്പുറങ്ങളിൽ നമ്മളെ കിടത്തി സ്വസ്ഥതയുള്ള വെള്ളം നമുക്ക് നൽകി നമ്മുടെ പ്രാണനെ പരിപാലിച്ച് നടത്തുന്ന ദൈവത്തിന്റെ കൃപകളെ ഓർത്തുകൊണ്ട്, പരിപാലനങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. 68-ാം സങ്കീർത്തനത്തിന്റെ 19-ാം വാക്യം നാം വായിക്കുമ്പോൾ നമ്മെ രക്ഷിക്കുന്ന ദൈവത്തെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. രക്ഷിക്കുക മാത്രമല്ല, നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവത്തെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അതുമാത്രമല്ല, നമ്മെ ഉദ്ധരിക്കുന്ന ദൈവമായി മരണത്തിൽ നിന്ന് നീക്കുപോക്കൾ നൽകി നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തത നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ ഓരോരോ കാര്യങ്ങളെ ഏറ്റെടുത്ത് നമ്മെ നടത്തുന്ന, നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവിന്റെ സ്നേഹം എത്ര വലുതാണ്. ഇന്നലെ കേൾക്കുന്ന പ്രിയരെ, ഏതൊക്കെ വിഷയത്തിലാണ് നിങ്ങൾ ഭാരപ്പെടുന്നത്? ആ ഭാരങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഇറക്കി വെക്കുമെങ്കിൽ, ഭാരപ്പെടുന്ന വിഷയങ്ങളെ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ, അവിടൊക്കെയും പരിഹാരം തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഓരോ ഭവനത്തിലും ഓരോ വ്യക്തികളിലും വിവിധമാകുന്ന നിലകളിൽ ഉള്ള വിഷയങ്ങളിലൂടെ അവർ കടന്നു പോവുകയാണ്. ചിലരുടെ ജീവിതത്തിൽ അവിടെ രോഗം ഒരു ഭാരമാണ്, തലമുറയുടെ വിഷയങ്ങൾ ഒരു ഭാരമാണ്, വ്യക്തിപരമായി ജീവിതത്തിന്റെ ഓരോരോ ആവശ്യങ്ങളിൽ നെടുവേർപ്പെടുന്നവരുണ്ട്, തലമുറകളെ കുറിച്ച് ഭാരപ്പെടുന്നവരുണ്ട്. ഇങ്ങനെ ജീവിതത്തിൽ വിവിധ നിലകളിൽ ഭാരപ്പെടുന്നവരുണ്ട്. ഒരു കൂട്ടം ജനങ്ങൾ പാപത്തിന്റെ ഭാരം പേറി മുൻപോട്ട് പോകുന്നവരുണ്ട്. എന്നാൽ ഇതിനെല്ലാം പരിഹാരം ദൈവത്തിന്റെ പക്കലുണ്ട് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. ഒരു ദിവസമല്ല, നാൾതോറും നടത്തുവാൻ കഴിവുള്ള ദൈവം, നമ്മെ ചുമക്കുവാൻ കഴിവുള്ള ദൈവം. ഏതൊക്കെ വിഷയമാണ് നിന്റെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ നീ അനുഭവിച്ച് മുൻപോട്ട് പോകുന്നത്, അതിന് പരിഹാരം തരുവാൻ ദൈവം വിശ്വസ്തനാണ്. 55-ാം സങ്കീർത്തനത്തിന്റെ 22-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. അത് മാത്രമല്ല, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ ഒരു നാളും സമ്മതിക്കയില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ വിഷയങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ വെച്ചാൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അവൻ നമ്മളെ പുലർത്തുവാൻ വിശ്വസ്തനാണ്. ജീവിതത്തെ കുലുക്കിക്കളയുന്ന, ജീവിതത്തെ തകർത്ത് കളയുന്ന ഏതൊക്കെ കാറ്റുകൾ ശക്തമായി അടിച്ചാലും ആ കാറ്റിനെ ശാസിച്ചുകൊണ്ട്, അതിന്റെ ശക്തിയെ ഇല്ലാതാക്കിക്കൊണ്ട് നമ്മെ താങ്ങി നടത്തുവാൻ കഴിവുള്ള നമ്മുടെ കർത്താവ് ജീവിക്കുന്നു എന്നുള്ളതാണ്. യെശയ്യാ പ്രവചനം 46-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ദൈവം പറയുകയാണ്, നിങ്ങളുടെ വാർദ്ധക്യകാലത്തും ഞാൻ മാറാത്തവനാണെന്ന്. വാർദ്ധക്യം, ബലം ക്ഷയിക്കുന്നു, ഒറ്റപ്പെടുന്നു, ക്ഷീണിച്ചു പോകുന്ന കാലഘട്ടങ്ങൾ. പക്ഷെ അവിടെ പറയാണ്, നിങ്ങളുടെ വാർദ്ധക്യ കാലത്തും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. എത്ര നല്ല വചനമാണ്, എത്ര ധൈര്യം തരുന്നൊരു സന്ദേശമാണ് ദൈവം നമ്മളോട് പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ നരച്ചാലും
ഞാൻ നിങ്ങളെ ചുമക്കുമെന്ന്. നിങ്ങൾ നരച്ചാൽ ഞാൻ നിങ്ങളെ ചുമക്കും. കണ്ടോ, ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്നു വിടുവിക്കുകയും ചെയ്യും എന്ന് ദൈവം പറയുകയാണ്. വാക്കുമാറാത്ത ദൈവം, സർവശക്തനായ ദൈവം, പോഷ്കു പറയാത്ത ദൈവം നമ്മളോട് പറയുകയാണ്. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, ഈ ഭൂമിയിൽ നീ എത്ര കാലം ജീവിച്ചിരിക്കുമോ അതുവരെ നിന്നെ പുലർത്തുവാൻ, നിന്നെ ചുമക്കുവാൻ, നിന്നെ നടത്തുവാൻ, നിന്നെ വഹിക്കുവാൻ, തോളിലേറ്റുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവം. ഭാരപ്പെടേണ്ട കേട്ടോ. വിവിധമാകുന്ന ഭാരങ്ങളിലൂടെ നീ കടന്നു പോകുന്നു. കടഭാരങ്ങൾ, ശരീരത്തിന് ക്ലേശങ്ങൾ, തലമുറകളെ ഓർത്തുള്ള ചിന്തകൾ, ഓരോരോ നിലകളിലെ വിഷയങ്ങൾ ഒന്നിനു പുറകായി ഒന്നായി കടന്നു വരുമ്പോൾ അവിടൊന്നും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ അവൻ പണിയുവാൻ, പുതുക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ജനത്തെ കേട്ടിട്ട് പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഭാരം, രോഗത്തിന്റെ ഭാരം, കഷ്ടപ്പാടുകൾ, ഒറ്റപ്പെടുത്തലുകൾ, ജീവിതത്തിന്റെ വിവിധ നിലകളിലൂടെ കടന്നു പോകുന്ന ജനത്തെ നോക്കിക്കൊണ്ട് യേശു പറയുകയാണ്, നിങ്ങൾ എന്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ സഹായിക്കാം, ഞാൻ നിങ്ങളെ സൗഖ്യമാക്കാം, ഞാൻ നിങ്ങളുടെ ഭാരങ്ങളെ ഏറ്റെടുക്കാം, ഞാൻ നിങ്ങളെ നടത്താമെന്ന് യേശു പറയുകയാണ്. അത് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവിന്റെ അടുക്കൽ എല്ലാത്തിനും പരിഹാരമുണ്ട്. അതുകൊണ്ട് നമുക്ക് രക്ഷയായി നമ്മുടെ ദൈവമുണ്ട്. അവൻ നമ്മളെ രക്ഷിക്കും. നിന്നെ രോഗത്തിൽ നിന്ന്, ഭാരത്തിൽ നിന്ന്, കഷ്ടങ്ങളിൽ നിന്ന് ദൈവം നിന്നെ രക്ഷിക്കും. ദൈവം നിന്റെ രക്ഷയായി നിന്നോടൊപ്പം ഉള്ളത് കൊണ്ട് നീ ഭയപ്പെടേണ്ട. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ, എന്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ. ഈ ദിവസങ്ങളിൽ അവരെ ഭാരപ്പെടുന്ന വിഷയം എന്താണ്, അതിന്മേൽ അവർക്ക് പരിഹാരം കൊടുക്കണമേ. നീ അവർക്ക് രക്ഷയായിരിക്കണമേ. അവിടെ ആവശ്യങ്ങളിൽ രക്ഷയായിരിക്കണമേ. അവിടെ ഭാരങ്ങളെ എടുത്തു മാറ്റണമേ. നിന്റെ സമാധാനത്താൽ നിന്റെ ജനത്തെ നിറയ്ക്കണമേ. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ഈ ചെറിയ വചനങ്ങളാൽ നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ കർത്തൃസൂക്ഷയിൽ പാസ്റ്റർ കെ. സാമുവേൽ.